റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ട ഉപവാസ സമരവുമായി വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സ്. ലിസ്റ്റിന്റെ കാലാവധി തീരാൻ ഇനി 10 ദിവസം മാത്രമാണുള്ളത്. സർക്കാർ ചർച്ചയ്ക്ക് പോലും വിളിക്കാത്ത സാഹചര്യത്തിലാണ് കൂട്ട ഉപവാസ സമരവുമായി വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സ് സമരം കടുപ്പിച്ചത്. ഞങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള കാര്യമാണ് ചോദിക്കുന്നത്. RTI വെച്ചപ്പോഴത്തേക്ക് വേക്കൻസി ഉണ്ട് എന്ന് കാണിച്ചിട്ടുണ്ട്. ആ വേക്കൻസി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ സമരമുറകളൊക്കെ ചെയ്യുന്നത്. സർക്കാർ കണ്ണ് തുറക്കുന്നു തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നത്. ശയനപ്രദക്ഷിണം നടത്തിയും കല്ലുപ്പിൽ മുട്ടുകുത്തിയും മുട്ടിലിഴഞ്ഞും കയ്യിൽ കർപ്പൂരം കത്തിച്ചുമെല്ലാം വേറിട്ട സമരങ്ങൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ അവർ നടത്തിയിരുന്നു. എന്നാൽ ഇതൊന്നും സർക്കാർ കണ്ട ഭാവം പോലും നടിച്ചില്ല. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായേക്കുമെന്ന പ്രതീക്ഷയിലാണ് സമരക്കാർ. പ്രതീക്ഷയുണ്ട്, 100% പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ഈ കഷ്ടപ്പാട് അവർ കാണുമെന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു. പല ജില്ലകളിൽ നിന്നായി നിരവധി ഉദ്യോഗാർത്ഥികളാണ് സമരത്തിൽ പങ്കാളികളാകാൻ എത്തുന്നത്. നിരവധി പേർ പിന്തുണയുമായും എത്തുന്നു. വിവരാവകാശ നിയമപ്രകാരം അവർക്ക് കൊടുത്തിരിക്കുന്ന രേഖയിൽ 570 വേക്കൻസി ഉണ്ടെന്ന് പറയുകയാണ്. ആ വേക്കൻസി ഉള്ളതിൽ അവരെ നിയമിക്കാൻ തയ്യാറാവുന്നില്ല. 19-ാം തീയതി കാലാവധി അവസാനിക്കുകയാണ്. 250 പേർക്ക് നിയമനം കൊടുത്താൽ ഈ വിഷയം അവസാനിക്കും. ഇന്ന് അവരും കൂട്ട ഉപവാസം എടുക്കുകയാണ്. സർക്കാരിൻ്റെ നിഷേധാത്മകമായ സമീപനമാണ് യഥാർത്ഥത്തിൽ ഈ സമരം ഇങ്ങനെ നീണ്ടുപോകുന്നതിൻ്റെ കാരണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിഷയത്തിൽ തീരുമാനമാകും വരെ സമരം തുടരാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. 964 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ 235 നിയമനം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. 570 ഒഴിവുകൾ ഇപ്പോഴും നികത്താൻ ബാക്കിയാണ്. 24 തിരുവനന്തപുരം.